ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് അതിരാവിലെ, അതായത് ഒരു വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ഞാൻ ചെയ്യാൻ പോകുന്ന കലാപരിപാടി എന്താന്ന് വെച്ചാൽ, യെസ് ഓഫ് കോഴ്സ്, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് ബിരിയാണിയാണ്, അഥവാ പ്രോൺസ് ബിരിയാണി. 2-3 ദിവസമായി പ്രോൺസ് മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അൽക്കുലത്ത് കാണിക്കണമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മടി എന്നെ സമ്മതിച്ചില്ല. ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് മേക്ക് എ കുക്കർ ബിരിയാണി. ഐ ഡിഡ്ന്റ് മേക്ക് എ പ്രോൺസ് ബിരിയാണി. സോ ടുഡേ ഐ ഡിസൈഡ് ഐ വാണ്ട് എ കുക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കുക്ക് ചെയ്തു, പക്ഷേ അതൊരു ചെമ്മീൻ കറിയായിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി റോസ്റ്റ് ആക്കാൻ ഇരുന്നാണെങ്കിലും എൻ്റെ ഡിപ്രഷൻ അത് കാരണം പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം someone may not like this video, so that kind of people just skip that video. and of course കൂടുതൽ പറയാനൊന്നുമില്ല. നല്ല ദേഷ്യമുണ്ട് എന്നെ സംബന്ധിച്ചുണ്ടല്ലോ. ഞാൻ ഇന്നേ വരെ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കാനോ തള്ളയ്ക്ക് വിളിക്കാനോ വീട്ടുകാർക്ക് പറയാനോ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. ഓഫ് കോഴ്സ് അവരെന്നെ പ്രേരിപ്പിച്ചു. പ്രേരണ മൂലം ആരും എന്ത് തെറ്റും ചെയ്യുന്നതാണല്ലോ. അതെ, ആ തെറ്റ് ഞാനും ചെയ്തു, തന്തയ്ക്ക് വിളിച്ചു. അത് കാര്യമുള്ള കാര്യത്തിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യ എന്നാണ് നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്നത്. ഡെമോക്രാറ്റിക് ഇന്ത്യ. ദാറ്റ് മീൻസ് വാട്ട്? നമുക്ക് പൂർവികര് സമരം ചെയ്ത് നേടിയെടുത്ത് തന്ന സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന് പറയപ്പെടുന്നു. എന്ന് മുതൽ ചരിത്രം പറയണോ? ഞാൻ വേണ്ടല്ലേ, ബോറടിയാവും. അത് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പം അറിയാഞ്ഞിട്ടൊന്നുമല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അടിസ്ഥാനമായിട്ട് വേണ്ടതാണ്. ഞാൻ സത്യം പറയാം, ഇന്നേ വരെ ഞാൻ ഇത്ര ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപൂർവമാണ്. എനിക്ക് സത്യം പറയാൻ നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് സംഘികൾ. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ തോന്നുള്ളൂ. സംഘികൾ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഫാസിസം കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ. നോട്ട് ഓൾ ദ ഹിന്ദുസ്, റിയലി ഞാൻ പറയാണ്, ഹിന്ദുസ് ആണ് സംഘികൾ എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് എന്തോ പറഞ്ഞു കൊടുക്കാനാ, പുച്ഛം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അല്ല. ഒരു മതത്തെയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ വേണ്ടിയിട്ട് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ആൾക്കാരെ ഇൻപുട്ട് ചെയ്തിട്ട് അവര് എന്തോ ഒരു തീവ്രവാദികളാണ്, ഇപ്പം ഒരു കാര്യത്തിനെതിരെ സംസാരിക്കുന്നത്. എക്സാമ്പിൾ, ഇപ്പം ജന്തർ മന്ദിറിൽ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടി വേണ്ടിയിട്ടാണ്. അത് കുറച്ച് മന്ദബുദ്ധികൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിയുള്ളവർ എന്തായാലും അത് മനസ്സിലാക്കും. യു നോ വാട്ട്, ദ കൺട്രി, all the states, all the peoples are talking about India. Why? Because they know education. They know about what happened actually inside the India. പൊളിറ്റിക്കൽ പാർട്ടി കാരണം ഒരു വലിയൊരു ഇൻജസ്റ്റിസ് നടന്നു നമ്മുടെ രാജ്യത്തിൽ. അപ്പോൾ അതിനെതിരെ കുറച്ച് നല്ലവരായിട്ടുള്ള, ബുദ്ധിപരമായി ചിന്തിക്കുന്ന, നോളജുള്ള, എന്താ പറയുക, നമ്മുടെ ഒരു മതത്തിലും ഒരു രാഷ്ട്രീയത്തിലും അടിച്ചമർത്തപ്പെടാത്ത കുറച്ച് ജനങ്ങളിരുന്ന്, കുറച്ച് യുവത്വങ്ങളിരുന്ന്, കുറച്ച് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന കുറച്ച് യൂത്ത്, ജെൻസീസ്, അവർ ചിന്തിച്ചു നമ്മള് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മുന്നേ ഇരയായി കൊടുക്കുമല്ലേ, നമ്മൾ എന്തിനും ഷട്ടപ്പ് ആവണം എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം അതിനെ റിയാക്ട് ചെയ്തു. അമേരിക്കയിൽ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട്, വെൽ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മുൻകൈ നിന്നത്. അഭിജിത്ത് ദീപക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പം ആ വ്യക്തിയും നമ്മൾ സ്വനം വാങ്ചുങ് സാറിനും കൂടെ നമുക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി തരുന്നത് അവർക്ക് വേണ്ടിയല്ല. അറ്റ്ലീസ്റ്റ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു തീവ്രവാദ സംഘടന അല്ല, രാജ്യദ്രോഹമോ അല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയിലുണ്ടാകുന്ന അഴിമതികളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ വരും തലമുറ സേഫായിട്ട് നല്ല രീതിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിനെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികള്, തീവ്രവാദികൾ, അൺഎഡ്യൂക്കേറ്റഡ് എംപ്ലോയീസ്, കഴുതകള്, എന്തോ കുറെ ബാഡ് വേർഡ്സ് ഉണ്ട്, എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഇതൊക്കെ പറയുന്നത് യെസ് ഓഫ് കോഴ്സ് RSS BJP. പറയാതിരിക്കാനാവത്തില്ല. ഇനി ചിലപ്പോൾ ഈ വീഡിയോ റിപ്പോർട്ട് അടിച്ച് കളയുമായിരിക്കും, എന്നെ ബാൻ ചെയ്യുമായിരിക്കും ഇന്ത്യയിൽ നിന്ന്. എനിക്ക് പ്രശ്നമില്ല. സത്യം പറയുന്നതിൻ്റെ പേരിൽ എന്നെ ബാൻ ചെയ്യുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഇന്ത്യയിൽ ജനിച്ച, എൻ്റെ ആധാർ കാർഡ്, എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ സർവമാന സർട്ടിഫിക്കറ്റ്, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആസ് എൻ ഇന്ത്യൻ പൗരൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഐ ആം ബോൺ ഫ്രം ഇന്ത്യ.
ആൻഡ് ഇന്ന ഡിസ്ട്രിക്റ്റ്, ഇന്ന പ്ലേസ്, ഇന്ന ഡോക്ടറിൽ അണ്ടറിൽ ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ, അത് എല്ലായിടോ ഇന്ത്യയിലാണോ? ഇന്ത്യയിൽ കേരളത്തിലാണ് ഞാൻ ജനിച്ചത്. അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിനിപ്പോൾ നിങ്ങൾ എന്നെ പാകിസ്ഥാനി ആക്കിയാലും എന്നെ തീവ്രവാദി ആക്കിയാലും ചിലപ്പോൾ ഞാൻ ഇത് ഇട്ടത് കൊണ്ട് ഞാൻ ചിലപ്പോൾ പാകിസ്ഥാനി ആയിരിക്കും. എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് തിടണമെന്ന് തോന്നും, ഇടണ്ടാന്ന് തോന്നും. ഞാൻ എല്ലാ മതത്തെയും ആക്ച്വലി റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ അമ്പലത്തിൽ കയറാതിരുന്നിട്ടില്ല, ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല, പോയിട്ടുണ്ട്. കുർബാനയ്ക്ക് വരെ ഞാൻ പോയിരുന്നിട്ടുണ്ട്. അത് എന്നെ അറിയുന്നവർക്ക് കുറച്ച് പേർക്കറിയാം. ഇനി ഞാൻ നമസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാനൊരു ജനാധിപത്യ രാജ്യത്തിലാണ്. ഞാനൊരു ഒരു റിലീജിയൻ്റെയും അണ്ടറിൽ ഞാൻ സറണ്ടർ ആയിട്ടില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ ശരിക്കും ഇത് ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് ഇത് പറഞ്ഞു തരണമെന്ന് കരുതിയതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതാണ്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. അതായത് നമ്മുടെ കൊഞ്ച് ബിരിയാണി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊഞ്ച് പ്രിപ്പയർ ആക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഈ സാധനം ട്രൈപോഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു. ഞാൻ ഇത്രയും നാളും ആക്ച്വലി ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് തിരിക്കാൻ മറിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് തിരിച്ചു വെച്ചിട്ട് കാണാം. ഓക്കെ, പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഞാൻ ചിന്തിച്ചത്, ഈ കട്ടിംഗ് ബോർഡ് മാറ്റിയിട്ട് നല്ലൊരു കട്ടിംഗ് ബോർഡ് എടുത്തൂടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഇതെനിക്ക് കളയാൻ തോന്നില്ല, ഇനി എത്ര വൃത്തികേടായാലും ഞാൻ കഴുകി എടുക്കും. അതൊക്കെയാടേ കുറച്ച് പ്രവാസ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒണിയൻ എനിക്ക് പ്രാവശ്യം കിട്ടിയത് ചെറിയ ഒണിയനാണ്. ഇത് നമ്മൾ മുട്ട ചെയ്തെടുക്കുകയാണ്. എല്ലാവരും കൂടെ കിടന്നുറങ്ങും. ഞാനെന്നൊരു പ്രാന്തി മാത്രം ഇവിടെ എഴുന്നേറ്റിരുന്നു ഉള്ളി എരിയുകയാണ്. കണ്ണ് നേറി ശരിക്കും പറഞ്ഞാൽ പൊട്ടിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് കണ്ണ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കരയുകയും ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ കരഞ്ഞ്. കാര്യം ഒരു ഇന്ത്യയിലെ എല്ലാ അവകാശവുമുള്ള, സംസാരിക്കാൻ അവകാശമുള്ള നമ്മുടെ ഇന്ത്യയിലെ സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് വിഷമമുണ്ടാവും. ഇവരിനി മറ്റു പല രാജ്യക്കാരും, അതായത് റഷ്യ, US അതുപോലുള്ള പല രാജ്യക്കാരും നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെയും തീവ്രവാദി എന്നായിരിക്കും വിളിക്കുന്നത്. അവർക്കത് അറിയത്തില്ല കേട്ടോ. നിങ്ങളെ വിളിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ ദേ ഡോണ്ട് നോ അബൌട്ട് തീവ്രവാദം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കയറി ഇടുന്നത് ഈ ചങ്കിമാമന്മാരാണ്. എനിക്കതുകൊണ്ട് അവരോട് വെറുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ്. അവർക്ക് കുറച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവരാണെങ്കിൽ നിരത്തി വിടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്ത്, ഇങ്ങനെ എതിർക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് പറയണം, ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ അറിയാത്തൊരു കഥ പറഞ്ഞു തരട്ടെ. അതായത് ഞാനിത് എവിടെയും റിവ്യൂ ചെയ്തിട്ടില്ല. എനിക്ക് പണ്ട് ഒരാളെ അറിയായിരുന്നു. ആളുടെ പേരോ തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നെന്നോ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നില്ല. അത് കാരണം ഫാസ്റ്റാണ്. ആ വ്യക്തി ഇപ്പോൾ എവിടേക്കോ ജീവിക്കുന്നു, ഞാനും ഇപ്പോൾ എവിടേക്കോ ജീവിക്കുന്നു. അപ്പം അതെനിക്ക് ആളെ വിളിച്ചിടാൻ താല്പര്യമില്ല. അപ്പം ആ വ്യക്തി ഭയങ്കരമായിട്ട് ഒരു RSSനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ ഫാമിലി വൈസ് RSSനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ആൾക്കാരായിരുന്നു. അപ്പം ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്ര ബോൾഡല്ലായിരുന്നു. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിച്ചു തൂറിയായിട്ടുള്ള, ഒന്നിനും പ്രതികരിക്കാത്ത, മനസ്സുകൊണ്ട് പ്രതികരിക്കണം ആഗ്രഹമുള്ള ഒരു പേടിച്ചു തൂറിയായിരുന്നു. അപ്പം ഈ വ്യക്തി എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്യുമായിരുന്നു. എന്തിൻ്റെ പേരിൽ പലവിധ ടോക്സിക് പെരുമാറ്റങ്ങളും. അതായത് ഞാൻ അവരോട് മിണ്ടിക്കൂടാ, ഞാൻ എവിടെയും പോയിക്കൂടാ, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്നോട് ടോക്സിക്കായിട്ട് പെരുമാറുമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇതൊരു ടോക്സിക് റിലേഷൻ ആണെന്നുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ബന്ധത്തിൽ പിടിച്ചു നിന്നു. അതൊരു 8 years അത് നീണ്ടുപോയി. എനിക്കറിയത്തില്ല, നമ്മളെപ്പോഴും ജെന്യുവൻ ആയിരിക്കും. ഏതൊരു റിലേഷനിലായാലും, ഫ്രണ്ട്ഷിപ്പിലായാലും, ഏത് റിലേഷൻഷിപ്പിലായാലും ഞാൻ ഭയങ്കര ട്രൂ ആയിരിക്കും. എനിക്കതിനോട് ഭയങ്കര ജെന്യുവിനിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ അങ്ങനത്തെ എല്ലാം അതൊക്കെ സ്നേഹമാണെന്ന് കരുതി വിശ്വസിച്ചു. ആഫ്റ്റർ ഓൾ എന്ത് സംഭവിച്ചു? ഈ ചീറ്റഡ് മീ. പുള്ളിക്കാരനാണ് ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടിപ്പും ചീറ്റ് ചെയ്തു. അതായത് പുള്ളി എന്നോട് പല കാര്യങ്ങളും ചെയ്യരുതെന്നുള്ള. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതായത് ഞാനൊരു സിനിമ കാണാൻ പോയിട്ട് ഒരു പാട്ട് കേൾക്കാൻ പോലും പാടില്ലായിരുന്നു. മനസ്സിലായില്ല. നമ്മുടെ വീട്ടുകാരോട് പോലും മിണ്ടാൻ പാടില്ല, പേരൻസിൻ്റെ അടുത്ത് പോലും. ഞാൻ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ഫോൺ എപ്പോഴും ഞാൻ കോളിൽ ആക്റ്റീവായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ പ്രശ്നമില്ലാതിരിക്കുള്ളൂ. ആക്ച്വലി ഞാൻ ഭയങ്കര ട്രോമ സഹിച്ച ഒരാളാണ് ആ കാര്യത്തിൽ. പക്ഷെ എനിക്ക് ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഈ വ്യക്തി ഒരു ദിവസം ഉണ്ടോ മോദിയുടെ പേര്, സത്യം നിങ്ങളിത് വിശ്വസിക്കത്തില്ല, എൻ്റെ അമ്മ സത്യം,
എൻ്റെ അമ്മ സത്യം, ഞാൻ വിശ്വസിക്കുന്ന പടച്ചോ സത്യം. എന്തോ പറയണ്ടേ, ആരെ തുടങ്ങി സത്യം ചെയ്യണ്ടേ? സത്യമായിട്ടും ആ വ്യക്തി എന്നോട് പറഞ്ഞു, മോദിജിയുടെ ഫുൾ ഫോം എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു സത്യം. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാനൊരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും എൻ്റെ പീക്ക് ലെവൽ ഇൻട്രോവേർട്ടായി. അത് എന്ന് മുതൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരുന്നു പണ്ടൊക്കെ. അതിനുശേഷം ഞാൻ ഇന്ന് ഈ റിലേഷൻഷിപ്പിൽ അങ്ങ് ഇൻപുട്ടായി പോയോ അന്ന് മുതൽ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിപ്പോയി. കാര്യം എനിക്ക് സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കാര്യം അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു പത്രം വായിക്കാൻ പോലും എന്നെ വിടത്തില്ലായിരുന്നു. അത് എന്തിനെന്നോട് ആ ടോക്സിസിറ്റി ചെയ്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പൊസസീവ്നെസ് കൂടിയിട്ടോ അതിനെയൊക്കെ ശാഖയെ പറഞ്ഞു കൊടുത്തിട്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ മോദിയുടെ പേര് പറയുന്നത് കേട്ടോ. ഞാനപ്പം പറഞ്ഞു മോദിന്ന്, എന്നെ അടിച്ചു. ഞാൻ അതറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചു. അന്ന് സത്യം പറയാല, ഇന്നത്തെ ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ തിരിച്ച് 2 എണ്ണം കൊടുത്തിട്ട് ഞാൻ ചോദിച്ചേനെ, അല്ല കള്ളപ്പന്നി നിനക്ക് നാണുണ്ടോ എന്നെ തല്ലാനെന്ന് ഞാൻ ചോദിച്ചേനെ. അന്ന് ഞാൻ ചോദിച്ചില്ല. ഇതിപ്പോ എനിക്ക് പറയണമെന്ന് തന്നെ തോന്നി. കാര്യം ഇത്രയും നാൾ ഒരു കാര്യം റിവീൽ ചെയ്തിട്ടേ ഇല്ല, എവിടെയും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും അല്ലാതെ, പിന്നെ എൻ്റെ ഹോസ്റ്റലിലുള്ള കുറച്ച് ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും ഇതൊക്കെ അറിയാം. അങ്ങനൊരു ഹിസ്റ്ററി എനിക്കുണ്ട്. എൻ്റെ കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ ഇനി പോട്ടെ, ഞാൻ ജീവിച്ചു പോട്ടെ ആശം. അങ്ങനെ എന്നെ എന്തായാലും പറ്റിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കയറി വന്നപ്പോഴും നമ്മൾ ഭയങ്കര ദിവ്യമാണല്ലോ എല്ലാ കാര്യത്തിലും. അങ്ങനെ ആ ദിവ്യത കൂടിയിട്ട് ഞാനങ്ങ് ട്രസ്റ്റ് ചെയ്യായിരുന്നു. ആരെന്തോ പറഞ്ഞാലും ഞാൻ പറയാമായിരിക്കും, നെവർ, ഹി വിൽ നോട്ട്, അവൻ അത്രക്കാരനല്ല ഹേ എന്ന് പറയായിരുന്നു. അങ്ങനെ ഇരിക്കെ ലെവൻ ഒരു പെണ്ണിനുമായിട്ട് അങ്ങ് കണക്ഷനായി. ലെവളുടെ ബോയ് ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കൊണ്ടല്ലോ, അതേ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, എക്സ് ബോയ് ഫ്രണ്ട്. അങ്ങനെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പിന്നെയാണ് കാര്യം കറ്റി. പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. അവരുടെ വീരും അവരുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോഴത്തേക്കിന് ആസെ പ്രവാസി എന്ന നിലയ്ക്കും തിരിച്ചു പോയി 2 എണ്ണം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്കും പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ഡിപ്രഷനായി കുറച്ച് നാളത്തേക്കും. അന്ന് ഞാൻ റിയലൈസ് ചെയ്തു, ലൈഫ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ബാക്ക്വേർഡായിട്ടല്ല, ഫോർവേഡായിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല കണ്ണടച്ച്. എല്ലാവരും നമ്മളെ പച്ചയ്ക്ക് പാറ്റിക്കും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപാടി അങ്ങ് വിട്ട്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് കാര്യം എനിക്ക് ആ ഒരു സമയത്ത് കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചത്. അപ്പോൾ ആ ആക്സിഡൻറ്റ് കിട്ടിയതാണ് എൻ്റെ കെട്ടിയവൻ ഇസുദ്ദീൻ ഇബ്രാഹിം. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതാണ്. കാര്യം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ്, ഈ ആക്സിഡൻറ്റ് പറ്റാൻ കാര്യവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് വണ്ടി ആര് മുന്നിൽ വരുന്നു, അപകടം വരുന്നു എന്നൊന്നും നമ്മൾ അറിയത്തില്ലല്ലോ. അങ്ങനെ സംഭവിച്ചതാണ്. ആക്ച്വലി ഇങ്ങനെയൊന്ന് മരിച്ചു പോകേണ്ടതാണെങ്കിലും തലേനാരിയൊക്കെ ഞാൻ രക്ഷപ്പെട്ടത്. അതൊക്കെ ഒരു കഥയാണ്. ഭയങ്കര കൈൻഡായി പോയി ഞാൻ ആ സമയത്ത്. അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കണ്ടതും എൻ്റെ ലാംഗ്വേജ് എനിക്ക്, അതായത് അറബ് യൂസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആകെ അസ്ലാം വലൈക്കും പറഞ്ഞാൽ വാലൈക്കും അസ്ലാം പറയാനല്ലാതെ എനിക്ക് അറബ് അറിയത്തില്ലായിരുന്നു. വായിക്കാൻ അറിയാം, കേട്ടാലറിയാം. കേട്ടാൽ മീൻസ് ഇത് അറബിയാണ് എന്നൊന്നും വായിക്കാൻ അറിയാം. പിന്നെ വേറൊന്നും അറിയത്തൊന്നുമില്ല. വായിക്കാനും അറിയാം, എഴുതാനും അറിയാം കേട്ടോ. ഞാൻ എന്നൊക്കെ തേങ്ങ പറയുന്നത് വായിക്കാനും എഴുതാനും അറിയാം കേട്ടോ. അങ്ങനെ അത് കാരണം ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടിരിക്കുന്ന സമയത്താണ് മിസ്റ്റർ ഇസുദ്ദീൻ ഇബ്രാഹിമിൻ്റെ വൈൽഡ് കാർഡ് എൻട്രി എൻ്റെ ലൈഫിലേക്ക്. അങ്ങനെ എന്തായാലും ആ വൈൽഡ് കാർഡ് എൻട്രി എൻ്റെ ഇപ്പോൾ വലിയൊരു തുണയായിട്ട് ജീവിതത്തിലുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ തട്ടുമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നും ഒരു ഒടുക്കത്തെ അടിയായിട്ടിരിക്കുക. അടിയെന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ അടിയാ. എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എന്നോട് എപ്പോഴും സംസാരിക്കണം കേട്ടോ. എന്നോട് സംസാരിച്ചില്ല എനിക്ക് വട്ട. എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അത് മാത്രമേ എൻ്റെ പ്രശ്നമുള്ളൂ, വേറെ ഒരു പ്രശ്നം എനിക്കില്ല. അപ്പം നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഉള്ളി റെഡിയായ നേരം കൊണ്ട് എന്തെല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുവാവാം. എൻ്റെ സിജോ ചേട്ടൻ മതം കേൾക്കാൻ കാണും. ചേട്ടന് വേണ്ടിയിട്ടാണെങ്കിലും എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആ ചേട്ടനെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് ഞാനും കരുതും. അപ്പം അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അതേതായാലും എൻ്റെ ജീവിതത്തിൽ നല്ലതായെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം കണ്ണ് ഞാൻ തുറന്നു. അത്രയും നാൾ ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു, എല്ലാം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ലോകത്തിലെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന വ്യക്തിയായിരുന്നു. അതെന്തായാലും ഒന്ന് മാറിക്കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇത് കട്ട് ചെയ്തിട്ട്, കാര്യം നിങ്ങളെല്ലാം കൂടി മൊത്തത്തിൽ കാണത്തില്ല, ഞാനിത് കട്ട് ചെയ്തിട്ട് എല്ലാം പ്രിപ്പയർ ആയി വെച്ചിട്ട് ഞാൻ വരാമേ. യെസ് ഗൈസ്, അപ്പം ഞാനെല്ലാം പ്രിപ്പയർ ചെയ്തു. അടുപ്പേക്ക് ചട്ടിയും വെച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇവിടെ കുറച്ച് വള്ളിയൊക്കെ കിടക്കുന്നു, ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണ്? തീ കത്തി പോകല്ലോ, ഒക്കെ എന്നെ കുല്ലു. ഞാൻ ചായ ഒന്നും വെച്ചില്ല.
കാരണം ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ തോന്നിയിട്ടില്ല. സുമായി കഴിച്ച സന്തോഷം ഉറങ്ങി കിട്ടി. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഥ ഇതിന് കുറച്ചുണ്ട്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഓർക്കല്ലേ എന്ത് പേപ്പറാസില്ലെന്ന്. നമ്മുടെയൊക്കെ നോർമൽ ലൈഫിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. ചില വീടുകളിലൊക്കെ എല്ലാ സമയത്തും എല്ലാം ഉണ്ടായിരിക്കണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് ഇപ്പോഴാ ഓർത്ത് മല്ലിയിലയില്ല, സോറി പുതിനയിലയില്ല. അപ്പം എന്തായാലും നമുക്ക് തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾ പേടിക്കണ്ട, ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സക്സസ് ആയിരിക്കും. ഇല്ല ഞാനെങ്കിലും മന്ദബുദ്ധി ഫ്രണ്ട് കനിമയുടെ സൂപ്പർ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്നിട്ട് മന്ദബുദ്ധിയുടെ വിളിച്ചത് സക്സസ് ഞാൻ മറന്നു. അങ്ങനെ ഞാൻ മാറ്റി. നമ്മുടെ കുറച്ച് നെയ്യ് ഇങ്ങനെ കുറച്ച് കൂടി പോകാൻ തോന്നിയിട്ട് കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കേട്ടോ ഭയങ്കര കൂടുതലായത്. ഇത് ഇങ്ങനെ എടുക്കാം. ചൂടടിക്കുന്നില്ലല്ലോ അല്ലേ? നെയ്യൊക്കെ കിടക്കുന്ന കാണാമോ? നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞാനിത് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. സൺഫ്ലവർ ഓയിലോട് ഞാൻ എതിർപ്പാണ്. പക്ഷെങ്കിൽ ഇൻ സം കേസ് ഓഫ് വി ക്യാൻ യൂസ്. ഞാനിത് ഇച്ചിരി ഇംഗ്ലീഷ് ആയി പോകുന്നുണ്ട്. ഞാൻ സങ്കടം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വളവള സംസാരിക്കുവാണെങ്കിൽ ഞാനൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. എനിക്കൊന്ന് ഇച്ചിരി വിഷമമുണ്ട്. അങ്ങനെ അങ്ങ് കൂട്ടിക്കും. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇതൊന്നും ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നുണ്ട് ഇത് വേണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എന്താ ഇടാം, സവാള ഇടാം. അത് എടുക്കാൻ മറന്നു, ഇതെടുക്കാണ്ട് പോയാൽ എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഞാൻ ഇന്ന് കുറച്ച് സ്പീഡൊക്കെ ഇടും കേട്ടോ, കാരണം നിങ്ങൾ ഇതെല്ലാം കൂടി കണ്ടിരിക്കത്തൊന്നുമില്ല. കാണുന്ന അത്രയും ഞാൻ കുറച്ച് കട്ടൊക്കെ ചെയ്യുക. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാവേ. അതുകൊണ്ട് ഇതിങ്ങനെ മൂടി വെക്കുവാണെന്നുണ്ടെങ്കിൽ വേഗം അങ്ങ് വഴണ്ടി കിട്ടും കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ എണ്ണ കൂടുതൽ ഒഴിച്ചില്ലായിരുന്നു, അത് ഒഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി എടുത്ത് മാറ്റി വെക്കണമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാനത് മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മാനസികമായിട്ട് ഒട്ടും ഓക്കെ അല്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അടച്ചു വെച്ച് ഇച്ചിരി എണ്ണ കൂടിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് പ്രോൺസ് അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആവും. പിന്നെ നമുക്ക് ചോറിനകത്ത് കുറച്ച് ഓയിൽ കുറയ്ക്കാം. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നോക്കാം, ശരിയാക്കാം. എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കും ഞാൻ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യണേ. തലയിലോട്ട് ബുദ്ധി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കാര്യം ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ ചരിച്ചെടുത്തിട്ട് നോക്കിയെടുക്കാം. അപ്പോൾ ചെറിയ പണിയല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ചോറിനെടുക്കാം. ഇതിലായ എണ്ണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടല്ലേ. ബാക്ക് ക്യാമറ ഒക്കെ ആയിട്ട് എൻ്റെ നീളത്തിനനുസരിച്ച് ഇത് സെറ്റാവുന്നില്ല. ഇത് മതിയാവും തോന്നല്ലേ? അല്ല, ഇച്ചിരി കൂടി നമുക്ക് അങ്ങ് എടുക്കാം. ഒത്തിരി ഓയിൽ കൂട്ടുന്നത് ശരിയല്ല. ഓയിൽ അങ്ങ് കൂടിപ്പോയെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ ചെയ്തത്. നമുക്കൊക്കെ ചെയ്യാൻ ചെയ്യുന്ന മണ്ടത്തരമാണ്. ഇച്ചിരി ഓയിൽ കൂടുതലൊന്നും അറിയാതെ ഒഴിച്ചു പോകും എവിടെയെങ്കിലുമൊക്കെ. അപ്പം നമ്മളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തേച്ചാൽ മതി. സൂകുമ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ, ക്ലീനായില്ലേ? ഇപ്പോഴേ പോയിട്ട് ആ സാധനത്തിൽ തൊടാൻ നിൽക്കുക, എൻ്റെ കൈ കൊള്ളിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ ഓയിൽ കറക്റ്റായി കാണുന്നുണ്ടോ നിങ്ങൾ? എവിടെ ഇരിക്കേണ്ടത് കാണാറി? ചേട്ടാ, ഇത് എൻ്റെ കൂടെ വരുവാണല്ലോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഓയിലൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയും കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത തക്കാളി ഇടാം. തക്കാളി ഞാൻ ഒറ്റ തക്കാളി ആട്ടോ എടുത്ത്, ഇച്ചിരി വലിപ്പമുള്ള തക്കാളി വേണം. ഈ അപ്പുറത്തെ പറമ്പിൽ എനിക്കറിയത്തില്ല ഞാൻ ഇന്ന് എന്തുവാണ് ചെയ്യുന്നത്. നിങ്ങൾ വ്ളോഗിലെ സാധനങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്ന ബ്ലണ്ടറുകളൊന്നും കണ്ടുപിടിച്ചേക്കല്ല കേട്ടോ.
ഉണ്ടകളൊന്നും പറ്റാത്ത മനുഷ്യരൊന്നും ഇല്ല. ഞാൻ എന്തിനാ ഇത്രയും വലിയ പാത്രത്തിൽ മസാല ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ദമ്മിടാൻ നേരം നമ്മുടെ പാത്രം ഇച്ചിരി വലുതാണെങ്കിൽ പരിപാടി എളുപ്പമായിട്ട് സിമ്പിളായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇത് വഴങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം. ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ, അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഉപ്പിട്ടായിരുന്നേ. ഷൂ വഴണ്ടതല്ല, നിങ്ങൾ കണ്ടതല്ലേ, വേറെ എന്താണ്ട കണ്ട. പോട്ടെ. ഇതാണ് നമ്മുടെ, ഞാൻ ഒരു കാര്യം ചെയ്ത് താക്കാം, നടക്കത്തുള്ളൂ. ഇത്ര മതി. അപ്പം അമ്മ എനിക്ക് കാണാമല്ലോ, ഞാൻ കാണാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഇത് വേവട്ടെ, എന്നിട്ട് വരാവേ. അപ്പം നമ്മുടെ തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊടികളാണ് കേട്ടോ. പൊടികൾക്ക് മുന്നേ ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, പുതിനയില, മല്ലിയിലയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ മല്ലിയില മാത്രമേ ഉള്ളൂ, പുതിനയില ഇല്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ചേർക്കട്ടെ. രണ്ട് പച്ചമുളക് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമായിരുന്നേ. ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളേ, വലുതായിരുന്നു. നിങ്ങളുടെ ഉണക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ, അതായത് നീളം കുറവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 5 എടുത്താൽ മതി. അപ്പം നമ്മളിപ്പം ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളി, പച്ചമുളക്, സവാള. നമുക്കെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത്രയും എടുത്തിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂൺ. കാര്യം ഒത്തിരി ഇട്ടാൽ ഒരുമാതിരി കുമ്മൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് വേണ്ട ഗാർലിക് പേസ്റ്റ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കുമ്മൽ ടേസ്റ്റ് വരും. നമുക്കിത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഒരു 2 പേർക്കുള്ള ബിരിയാണിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ പ്രോൺസ് മതി. 1/2 കിലോ പ്രോൺസിന് എൻ്റെ ഉള്ളത് കൊച്ചു സവാളയായിരുന്നു. കൊച്ചു സവാള ആയതുകൊണ്ട് തന്നെ അതിനകത്തിൽ ഞാൻ എടുത്തേക്കുന്നത് 5 സവാള എടുത്തു. നിങ്ങളുടെ ഉള്ളത് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുത്താൽ മതി. ഒരു തക്കാളി ഞാൻ ഇട്ടു, വലിയതായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 തക്കാളി എടുക്കും. അപ്പോൾ പിന്നെ പച്ചമുളക് ഒരു 5 3 ഞാൻ എൻ്റെ വലുതായത് കാരണം വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു 3 ഇട്ടേക്കുന്നത്. നമുക്ക് അടുത്തത് സ്പൈസസ് ചേർക്കാം കേട്ടോ. ഞാനാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 കരയാമ്പൂ ഗ്രാമ്പൂ ഇനിയും പറയും. ഇനി അടുത്തത് 3 ഏലക്ക. വേണ്ട, ഇത്ര കഷ്ടം വരുന്ന ഒരു പട്ട ഇങ്ങനെ ചെറുതായിട്ട് മുറുക്കിയിടുന്നേ. ഇതെല്ലാം 1/2 കിലോയുടെ മിക്സ് ആണ്. 1/2 കിലോയ്ക്ക് വേണ്ട ഇതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി ഇതിന് നിങ്ങൾ അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങൾ പറയുന്നത് തക്കോലോ എന്നാണ്. അത് കണ്ട് ഒറ്റ ഒരെണ്ണം വേണ്ട. അടുത്തത് പെരിഞ്ചീരകം, ഇത്ര മതി കേട്ടോ, 1 ടീസ്പൂൺ അത്രയും മതി. ഞാൻ ഒറ്റ കൈക്കായിടുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആദ്യം ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂൺ എടുത്തോട്ടെ. എൻ്റെ ഉള്ള ചെറിയ സ്പൂൺ ആയത് കാരണം ഞാൻ 1 ടീസ്പൂൺ ഇത് രണ്ടും കൂടി ഇടുമ്പോഴായത്. ആരും മല്ലിപ്പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ താണ്ട് ശകല മല്ലിപ്പൊടി, ഇത്ര മല്ലിപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ കാണുവേ, അത്ര ഞാൻ ചേർക്കും. പിന്നെ അടുത്തത് കുരുമുളക്, അതും ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ വേണ്ട നമ്മുടെ കറിവേപ്പില, ഈ തണ്ട് ഞാൻ ഇച്ചിരി മുറിച്ചിടുവേ. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പ്രോൺസ് ആണ്. പ്രോൺസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നല്ല വലിയ പ്രോൺസ് ആണ് കേട്ടോ. അത് നമുക്ക് 1/2 കിലോ ആണ് ഇത് ആഡ് ചെയ്യാം. നമ്മൾ 2 പേരെ ഉള്ളതുകൊണ്ടാണ് 1/2 കിലോ എടുത്തത്. ഇനി ഒരു പിടി ഇത്ര മതി കേട്ടോ. ഇത്ര നമ്മുടെ മല്ലിയിലയും കൂടി ഇടാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എക്സ്ട്രാ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കണ്ട. ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന്, ഇതിനകത്തിൽ തന്നെ, ഈ മസാലയിൽ തന്നെ കിടന്ന് വെന്തോളൂ.
കൂടുതൽ കളറില്ലല്ലോ എന്നോർത്തൊന്നും വിഷമിക്കേണ്ട. തന്നെ ഇപ്പം എല്ലാം ആയിക്കോളും. മസാലയായിട്ടൊന്ന് നമ്മുടെ പ്രോൺസ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയായിക്കോളും കേട്ടോ. അപ്പം നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു 15 മിനിറ്റ്സ് അതവിടെ വേരട്ടെ. ഇടയ്ക്കത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം, നെയ്ച്ചോറ് റെഡിയാക്കാം. ഒരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നുപോയേ. നാരങ്ങ കേട്ടോ, ഒരര പീസ് നാരങ്ങയുടെ നീര്, അര പീസേ യൂസ് ചെയ്യുന്നുള്ളൂ, ചേർത്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് പ്രോൺസ് ബിരിയാണി വെക്കുന്നത്. ആകെ ഊഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ വെച്ച് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ പ്രോൺസ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഫീഡ്ബാക്ക്സ് ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്കിന് ചോറ് റെഡിയാക്കാനുള്ള എല്ലാ കാര്യം ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ മാറ്റി വെച്ചിരുന്ന എണ്ണ ഇല്ലേ, അത് ഞാൻ ഒഴിച്ച് ചട്ടി ചൂടായപ്പോഴത്തേക്കിന് തീ കുറച്ചോട്ടെ. ഭയങ്കര കത്തി. മറ്റേത് ഇടയ്ക്ക് തീ നോക്കിക്കോണം കേട്ടോ. നിങ്ങൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഉള്ളി വേണം കേട്ടോ. ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നമുക്ക് എന്തൊക്കെ വറക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി നമുക്ക് ആദ്യം വറക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടത്തില്ലേ, ആ ഉള്ളി നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം. അതാ ഇങ്ങനെ ഫൈനായിട്ട് നല്ലത് കണക്ക് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എൻ്റെ അത്ര വലിയ തിന്നായോ എന്ന് എനിക്കറിയത്തില്ല. ഇതിലും നിങ്ങൾക്ക് തിന്നാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബെറ്റർ. ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുള്ളൂ. നല്ലതുപോലെ ബ്രൗൺ ആവുന്നത് വരെ നല്ലതുപോലെ വഴട്ടിയിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ബ്രൗൺ കളറാവണം കേട്ടോ. നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം കൃത്യം, ഉപ്പും എരിവും മസാലയുടെ തിക്നെസ്സും ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി എല്ലാം പക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടച്ചങ്ങ് വെച്ചേക്കാം. തീ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നോക്കാം. നമ്മുടെ ചോറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇതിലോട്ട് നമുക്ക് ചോറിന് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യാമേ. ഒരു തക്കോലം, 5 ഗ്രാമ്പൂ, ഇത്ര നീളത്തിലുള്ള പട്ട. ഇത് ഈ പെരുംജീരകം ആരും അധികം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ചേർക്കും. ഇതും അധികം ആരും ചേർക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ചേർക്കും. കുരുമുളക് ഒരു കുറച്ച് മതി, ഒരു 10-12. ഇനി ഒരു 5 ഏലക്ക. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്താലും അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. സ്പൈസസ് കരിഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട ചവയായിരിക്കും കേട്ടോ. അപ്പം അതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ. ഞാൻ എപ്പോഴും അരി വറുത്തിട്ടാണ് ഇടുന്നത്. 1 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ഈ പാചകം ചെയ്യുന്നത് കൊണ്ടും ഞാൻ ഈ പാചകത്തിന്റെ ടെൻഷനേ അറിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അരി ജസ്റ്റ് ഇങ്ങനെ വറുത്തെടുക്കാം. വേറെ ഒന്നിനും അല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ നെയ്ച്ചോറിനകത്തിലുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു തരാം, എന്താണെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ അരി നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കാം. എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, ഈ കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഞാൻ ചേർക്കും. എൻ്റെ നെയ്ച്ചോറിന് എപ്പോഴും ഞാൻ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവിൻ്റെ അടിസ്ഥാനത്തിൽ 1 കിലോ അരി എന്ന് പറയുന്നത് എൻ്റെ 4 ഗ്ലാസ് ആണ്. അപ്പം ഞാൻ 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുവേ. ഞാൻ ആ പച്ചമുളക് ഇടിച്ച ഇതുകൊണ്ടാണ് ഒഴിക്കുന്നത്. അപ്പം ഞാൻ മൊത്തത്തിൽ 8 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെക്കാം. ഉപ്പ് എപ്പോഴും നമ്മൾ വെള്ളത്തിനെ മുൻപി നിൽക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ പിടിക്കത്തുള്ളൂ. നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ഈ കറിവേപ്പില ഇട്ടിട്ട് നിങ്ങളൊന്ന് 1 ദിവസം ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം. ഇനി അടുത്തത് ഒരു നാരങ്ങയുടെ പകുതി. ഒരു നാരങ്ങയുടെ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരു ഇളക്കി കൊടുത്തേക്കാം, നാരങ്ങ ഒഴിച്ചതല്ലേ. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് അത് അവിടെ നിന്ന് വേകട്ടെ. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അടുത്തത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ, എന്തായാലും അരിയും നമ്മുടെ ബിരിയാണി റൈസും എല്ലാം അവിടെ ബിരിയാണിക്കുള്ളതെല്ലാം അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാനടുത്ത് കുറച്ച് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഉച്ചയൊക്കെ ആയിരുന്നു. ഞാൻ സമയം കാണിച്ചു തരട്ടെ, ആണെന്നുണ്ടോ? കണ്ടോ, 7:50 ഉള്ളൂ. രാവിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് പോയി കുളിക്കാന്ന് വിചാരിച്ചു. അടുക്കളയിലെ ചൂട് മുന്നോട്ട് വരുന്ന ഭയങ്കര ആശ്വാസം. എൻ്റെ മുടിയെല്ലാം പോയി കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ഈ മുടിയൊക്കെ കോല് പോലെ ആയി പോയത്. അതിന് മുന്നേ നല്ല മുടിയുള്ളതായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണെന്ന് തോന്നുന്നു പറയുന്നല്ലേ. പിന്നെ വേറെന്താ പറയാനുള്ളത്? വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്കും ഓരോ വ്യൂസും ഓരോ കമൻസും ശരിക്കും പറഞ്ഞ ഒരു പ്രചോദനമാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടും മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ എന്നെ പോലെ ചിന്തിക്കുന്ന, അതായത് വേണ്ട ആര് കാണാനാ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക്, നമ്മളൊന്നും ആവത്തില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാവും. ഒന്നും വേണ്ടല്ലോ, നമ്മൾ എന്തായാലും നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ട്, വൈഫൈ ഉള്ളവർക്ക് വൈഫൈ ഉണ്ട്, ഇപ്പം ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത ആരുമില്ല. അപ്പം നിങ്ങളുടെ ഓരോ ഒരു ക്ലിക്കും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ. അതുപോലെ ഒരുപാട് പിള്ളേര് കണ്ടന്റ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കും. ഇൻകത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. അതായത് ഇപ്പൊ നമ്മുടെ വോയിസ് 10 പേര് അറിയണം. എനിക്കിപ്പോ സത്യം പറയാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരുവിധ വരുമാനവും ഇല്ല. ഒരു അഞ്ച് പൈസ മോണിറ്റൈസേഷൻ പോലും ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഇൻകത്തിന് വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ. ഇന്ന് വരെ ആ ഒരു എന്താ പറയാ, ആ ഒരു കാറ്റഗറി ഇന്ന് വരെ നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ സാധനങ്ങൾ, ആ മോണിറ്റൈസേഷനും റവന്യൂ എത്ര കിട്ടുമെന്നോ ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല. അതെന്റെ ആക്റ്റീവ് ആയിട്ടില്ല ഇതുവരെ. അതൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വോയിസ്, ഇത്രയും നാൾ അടഞ്ഞിരുന്ന ഒരു വോയിസ് 4 ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തണം. എന്നെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവണം. പിന്നെ കുറച്ച് ആൾക്കാർ, ഞാനൊരു ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഖുർആൻ ഓതുന്നത് ഭയങ്കര ഒരു സമാധാനമാണെന്നുള്ളത്. അത് സത്യം തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഞാൻ പക്ക ഒരു മതത്തിലേക്ക് മാത്രം അധിഷ്ഠയായിട്ടുള്ള ഒരു വ്യക്തിയല്ല. എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന വരെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം, ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് ഇതുവരെ എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. റീച്ചിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഇതുവരെ ചെയ്തില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വോയിസ് പലയിടത്തും എത്തണം. അല്ലാതെ എനിക്ക് എന്താ പറയുക, അതിൽ നിന്നൊരു ഇൻകം കിട്ടണം എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നവരെ തുടങ്ങിയതല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വോയിസ് എവിടെ വരെ എത്തിക്കാൻ പറ്റുമോ അതുവരെ നമ്മൾ സംസാരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തിൽ ഞാൻ 2 കൊല്ലമായിട്ടുണ്ടായിരിക്കും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ ഇവിടുത്തെ ലൈറ്റ് നിന്നുന്നത്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു. അല്ല, ലൈറ്റ് അടിച്ചു പോവോ, മൈഗ്രെയിൻ വരും. അപ്പം നമ്മളെന്താ പറഞ്ഞേ, ഒരിക്കലും ഒരു മിനിറ്റ് ഞാൻ പോയി റൈസ് ഒന്ന് നോക്കിയിട്ട് വരട്ടെ. നമ്മുടെ റൈസ് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ DJ പാർട്ടി കണക്കെ നമ്മുടെ ലൈറ്റ് കാണിക്കുന്നത്. എനിക്കത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓഫ് ചെയ്താൽ ഇതും ഓഫായിപ്പോ. അത് കാരണം അത് അവിടെ കിടക്കട്ടെ, നമുക്ക് മൈൻഡ് ആക്കണ്ട. സമ്മതിക്കത്തില്ല. ഇങ്ങനെ മൈഗ്രെയിൻ വരും. ഇങ്ങനത്തതൊക്കെ വന്ന് എനിക്ക് മൈഗ്രെയിന് സൈനസൈറ്റിസ് പക്കാ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ നിർത്തി അവിടെ ഇംഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഒരു കാര്യം മാത്രം ഇംഗത്തിന് വേണ്ടി ചെയ്യണം. എന്ത്? നമ്മുടെ ജോലി സത്യം പറഞ്ഞുണ്ടല്ലോ, ഏത് ഫീൽഡിലാണെങ്കിലും ഞാൻ പറയുന്നത് അധികം ആത്മാർത്ഥത കാണിക്കരുത്. എവിടെ നിങ്ങൾ അധികം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ അവിടെ നിങ്ങളെ പറ്റിക്കപ്പെടും. അവർ നിങ്ങളെ യൂസ് ചെയ്തു. ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. നല്ലതുപോലെ പണിയെടുത്തിട്ടുമുണ്ട്. അവരൊക്കെ നല്ല കണക്ക് പണിയും തന്നിട്ടുണ്ട്. അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഒന്നിനും ഡിപ്പെൻഡഡ് അല്ല. അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് ജീവിച്ചു പോകത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയൊക്കെ ഇല്ലാതെന്നൊന്നും ഞാൻ പറയത്തില്ല, ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അത് കണക്ക് ഞാൻ ഒരു പൊളിറ്റിക്സിൽ ഡിപ്പെൻഡഡ് അല്ല. അതായത് ഇന്ന പാർട്ടിയോട് എനിക്ക് ഭയങ്കര കൂറാണ്, അങ്ങനത്തെ പരിപാടി എനിക്കില്ല. അത് എനിക്കൊരു ജാതിയോടും എനിക്ക് അത്ര വലിയ ഫോക്കസ് ഇല്ല. ഞാനൊരു മുസ്ലിമാണ്. ഞാൻ ജനിച്ചത് മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത്. അപ്പം ഞാൻ വിളിച്ച് വളർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അമ്മ, അത്ത മീൻസ് വാപ്പ,
പിന്നെ അള്ളാ, ഇതൊക്കെയാണ്. ഞാൻ പിന്നെ ചെറുപ്രായത്തിൽ എന്നെ മദ്രസയിൽ വിട്ടപ്പോൾ ഞാൻ പഠിച്ചത് ഇസ്ലാമാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇസ്ലാമിൽ മാത്രം അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനേലും ഒരുപാട് ഒരുപാട് നമ്മൾ അതിന് ഡിപ്പെൻഡ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലോ അതിങ്ങനെ വിട്ടുമാറുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ദൈവം എന്താണെന്നറിയോ? നല്ലത് ചെയ്യുക, മറ്റുള്ളവരെ നമ്മളെ ദ്രോഹിക്കാതെ ഒരു ദിവസം മുന്നോട്ട് പോവുക എന്നുണ്ടെങ്കിലേ ആ ലൈഫ് ഭയങ്കര ധന്യമായിരിക്കും. അവിടെയാണ് ദൈവം നമ്മൾ തരിക. ഞാൻ ഇന്നേ വരെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ജന്തു ജാലകങ്ങളെ പോലും ഒരു ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോക്കിച്ചിട്ടില്ല. സത്യം ഞാൻ പറയാം. നിങ്ങൾ പലരും ഇത് വിശ്വസിക്കത്തില്ലായിരിക്കും. ഒരു കൊതുക് വന്ന് കടിച്ചാൽ പോലും ഞാൻ ഇങ്ങനെ തൂത്ത് വിടത്തുള്ളൂ, അല്ലാതെ ഞാൻ അടിച്ചു കൊള്ളത്തില്ല. അതെന്നെ അറിയുന്നവർ എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു നിനക്ക് ഭ്രാന്താണ്. ശരിയായിരിക്കാം, അത് ഒരുതരം ഭ്രാന്തായിരിക്കാം. എനിക്ക് അങ്ങനെ ഒന്നിനെ നോവിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഉറുമ്പ് ഇറങ്ങി പോവാണ്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ആ എന്താ പറയാ, ഞാൻ അവിടെ പാത്രം കഴുകുന്നത് നിർത്തും, എന്നിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ സാഹചര്യം മൂലം മാത്രമാണ് ഞാൻ നോൺ വെജ് കഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഹോസ്റ്റലിൽ ഫുഡ് കിട്ടാതെ വന്നപ്പോഴത്തേക്കിന്, മീൻസ് കിട്ടാതെ വന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ അല്ലാത്ത ഫുഡ് വരുന്ന സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫിഷ് കഴിച്ചിട്ടുണ്ട്. ബീഫ് ഞാൻ അധികം അധികം ഇല്ല കേട്ടോ. ഞാൻ അതായത് സൗദി അറേബ്യ വന്നതിന് ശേഷം ബീഫ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവർ നല്ല നോൺ വെജ് ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അപ്പം അവരിങ്ങനെ എൻ്റെ അടുത്ത് ചിക്കൻ ആണെന്ന് പറഞ്ഞിട്ട് ഇക്ക കൊണ്ട് തന്നപ്പോഴത്തേക്കിന് ഞാൻ അറിയാതെ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ എന്തോ ടേസ്റ്റ് ആണ്, ചിക്കൻ്റെ ടേസ്റ്റ് അല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ബീഫ് കണ്ടുപിടിക്കുന്നത്. ഇന്നേ വരെ ഞാൻ മട്ടൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അതാണ്. മീൻ പോലും ഞാൻ എല്ലാ മീനൊന്നും കഴിക്കത്തൊന്നുമില്ല. ഇങ്ങനെ തൊട്ടുകൂട്ടുന്നത് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് സദ്യയാണ്, പിന്നെ ദോശയും സാമ്പാറുമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം മുട്ടക്കറിയും പോലും എനിക്ക് ഇഷ്ടമല്ല. ദോശ, സാമ്പാർ, അപ്പം, കടലക്കറി, അങ്ങനത്തെ വെജിറ്റേറിയൻ ഫുഡ് ഞാൻ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പം ഈ ക്യാമറയിലോട്ട് നോക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ഞാൻ അറിയാതെ ഇമോഷണൽ ആയിപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരുപാട് നെഗറ്റിവിറ്റി ഒരുപാട് താങ്ങാനുള്ള കഴിവൊന്നുമില്ല. അത് അതെൻ്റെ ഹസ്ബൻഡിന് അറിയാം. അത് കാരണമാണ് ഞാൻ ഈ എന്താ പറയുക ക്യാമറയിലോട്ട് നോക്കി കഴിയുമ്പോൾ ഞാൻ എന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. വേഗം ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും. എനിക്ക് സങ്കടം പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെടും. ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എനിക്ക് ഈ ലോകത്ത് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ പറയും. എൻ്റെ വീട്ടുകാരെ പറയുന്നത് ഏത് വലിയെടുത്ത മോനാണെങ്കിലും ഞാൻ റിയാക്ട് ചെയ്യും. കാര്യം ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റെന്ന് പറയുന്നത് ആ 8 വർഷമാണ്. ആ 8 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനങ്ങനെ ഭയങ്കര യുദ്ധമാണ്. ഞാനങ്ങനെ ഞങ്ങളങ്ങനെ അധികം കാണത്തൊന്നും ഇല്ലായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം ഇഷ്ടമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ടായിരുന്നു. ഇന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കന്നില്ലായിരുന്നു. അന്ന് വീട്ടുകാർ പറഞ്ഞു തന്നപ്പോൾ പോലും ഞാൻ അതിനെ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് അവർ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആണെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഒരിക്കലും ഞാനതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് കരുതി. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അതിന്റെ എക്സാക്റ്റ് വേർഷൻ ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ ആ അനുഭവിച്ചത് എനിക്കത് മൊത്തം പറയാനേ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി ആയിപ്പോയി. അതുകൊണ്ട് അത് വേണ്ട. അത് കഴിഞ്ഞിപ്പോൾ രണ്ട് 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 കൊല്ലം 2 കൊല്ലം 2 കൊല്ലത്തിന് മേലെയായി. പിന്നെ ഞാനത് പതിയെ മറന്നു വരികയാണ്. എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു ബാഡ് ഹിസ്റ്ററി. അപ്പോൾ ആ ഹിസ്റ്ററിയിലുള്ളതാണ് അത്. അതെന്തായാലും എന്നെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സൂയിസൈഡ് ഒന്നും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ പഠിച്ചു. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പഠിച്ചു. അമിതമായിട്ട് ആരെയും വിശ്വസിക്കരുതെന്ന് പഠിച്ചു. സ്നേഹം അധികമായിട്ട് പ്രകടിപ്പിക്കില്ലെന്ന് പഠിച്ചു. പക്ഷെ ഞാനിപ്പം ഒരു കാര്യം മാത്രം അതിനകത്ത് ഞാൻ തിരിച്ചെടുക്കേണ്ടി വന്നു. സ്നേഹം അധികമായിട്ട് പ്രകടിപ്പിക്കരുതെന്നുള്ളത് ഞാനത് അറിയാതെ പ്രകടിപ്പിച്ചു പോകും. അത് ഏത് ബന്ധത്തിലായാലും. അതായത് എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് അധികമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അധികമായിട്ട് പ്രകടിപ്പിക്കും. അവരിൽ നിന്നും നല്ല രീതിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടുകാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വടക്കുണ്ടാവും, എനിക്കിതിനെ ഇഷ്ടമല്ലടാന്ന് പറയും. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെല്ലെയാണോ സംസാരിക്കുന്നത്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കല്ലേ. ഞാൻ വോളിയം കുറച്ച് കൂട്ടിയിട്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യത്തില്ല എന്ന് കരുതിയ വ്യക്തി ഞാനത് യൂസ് ചെയ്തു. അത് തന്നെ എൻ്റെ വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇത്രയും നാൾ വ്ലോഗ് എടുത്തതുപോലെ അത്ര എൻജോയ്മെന്റ് ഒന്നും ഈ വീഡിയോയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്നെ അറിയാം അത്ര എൻജോയ്മെന്റ് ഒന്നും ഈ വീഡിയോ ഇല്ല.
ഇന്ന് ഞാൻ അത്ര ഓക്കെ അല്ല, വേറൊന്നുമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കമന്റ്സ്, അതിനൊന്നും അത്ര തളരാൻ പാടില്ല, ശരി തന്നെയാണ്. അപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോയി ചിന്തിച്ചു പോയി. അതുകൊണ്ട് മാത്രമാണ് അത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ സെറ്റായി വരും. നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ, ഒക്കെ സെറ്റായി വരാം. സെറ്റാക്കി എടുക്കണം. ദേഷ്യപ്പെടുക, സങ്കടപ്പെടുക, സന്തോഷിക്കുക, ഇതൊക്കെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കുള്ള വികാരങ്ങളാണ്. ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. പക്ഷെങ്കിൽ അതിനൊരു പീക്ക് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും നമ്മളപ്പോൾ എന്ത് ചിന്തിക്കാം, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് നമ്മൾ തന്നെ ചിന്തിക്കണം. കാര്യം നമ്മൾ തോട്ട് ചെയ്ത കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പം നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ല ആര് വന്ന് നമ്മളെ പൊന്നേ കരളെ വോട്ടെ മക്കളെ ഒന്നും വിചാരിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ വിചാരിക്കണം. നമ്മളായിട്ട് തന്നെ അത് വിചാരിക്കണം. എന്നെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും എൻ്റെ ലൈഫ് തീർന്നിട്ടില്ല. ഇതൊന്നും സില്ലി മാറ്ററാണ്, എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. എനിക്കിതൊന്നും ഒന്നുമല്ല. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പോയിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി. അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതെന്റെ ഇന്നത്തെ അഡ്വൈസ് ആണ് കേട്ടോ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പൊ നമ്മുടെ റൈസ് എന്തായി നോക്കിയുള്ളത് പോയി നോക്കിയിട്ട് വരാം. അപ്പൊ ദാണ്ട് നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ഇടാം കേട്ടോ. അതുകൊണ്ട് ഒട്ടി പിടിക്കുന്നോ ഒന്നുമില്ല, കറക്റ്റ് വേവ്, കറക്റ്റ് അളവായിരുന്നു കേട്ടോ, വെള്ളത്തിന്റെ എല്ലാത്തിന്റെ കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ നെയ്ച്ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 80% വെന്താൽ മതി, ബാക്കി നമുക്ക് ദം ഇടുമ്പോഴത്തേക്ക് വേകും. നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അയ്യോ ഇപ്പൊ പോയാനേ ഫോണ് ദമ്മിന്റെ കൂടെ. ഞാൻ ഇതിപ്പം സ്റ്റാൻഡിൽ നിന്ന് മാറ്റി കയ്യിലാണ് വെച്ചത്. ഞാൻ ഇട്ടതിന് ശേഷം കാണിക്കാമേ. ഇവിടെ ഞാൻ എൻ്റെ ചെറിയൊരു പൊടിക്കൈ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ബിരിയാണി മസാല. ഇതങ്ങനെ ആരും യൂസ് ചെയ്യാറില്ലായിരിക്കും, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബിരിയാണി മസാല. ഏതാ? ഈസ്റ്റേണിൻ്റെ ആണേ. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല ചെമ്മീൻ ബിരിയാണിക്ക്, ഞാൻ യൂസ് ചെയ്യുവേ. പിന്നെ വേറൊരു കാര്യം കൂടെ, എല്ലാവർക്കും ഈ സാധനം വറുത്തിട്ടിടുന്ന ഇഷ്ടമെങ്കിൽ എനിക്കും എൻ്റെ കെട്ടിനും വറുത്തിടാതെ ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. ഇതുപോലെ നമ്മുടെ വറുത്ത് വെച്ച് ഈ സാധനം കൂടെ ചേർക്കാം. നമ്മുടെ ഉള്ളി. ഞാൻ അടുത്ത ബാക്കി ചോറും കൂടി ഇടട്ടെ. അതാണ്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് കുറച്ച് എന്താ പറയുക, നമ്മുടെ ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ദമ്മാക്കാൻ പോവാണ്. നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഫോൺ എടുത്ത് മാറ്റിയത് കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടിയെ. കേട്ടോ, ഇങ്ങനെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇതേ ഉള്ളു വഴി. പിന്നെ നമ്മുടെ മല്ലിയിലയില്ലേ, ബാക്കി കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ വിതറിയിട്ടുണ്ട് അകത്തത്തിനകത്ത്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പം താണ്ടി ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ ദമ്മിട്ടേക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ബാക്കി ഒരു 1/4 മണിക്കൂർ നമുക്കിനി ഉച്ചയ്ക്ക് പൊട്ടിച്ചാൽ മതിയല്ലോ, അതുവരെ അത് ദമ്മി കിടക്കട്ടെ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും കുടിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് കോഫിയും ബിസ്ക്കറ്റും കഴിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണമെന്ന് തോന്നിയില്ല. പിന്നെ ഇക്ക രാവിലെ ഒന്നും കഴിക്കത്തില്ല, കാര്യം ഇന്ന് ഫ്രൈഡേ ആയത് കാരണം പുള്ളി നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ വ്ലോഗ് കണ്ടിട്ട് ഇന്ന് ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടലേടാ കുട്ടന്മാരെ, നാണില്ലേ നിൻ്റെ കൂടെ. അപ്പം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കുക. നമ്മളിതൊരു സാമ്രാജ്യമാക്കി തീർക്കും. എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും കാണത്തില്ലടേ. ഇനി വേണം വെച്ചാൽ നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണിൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ബാക്കിയെല്ലാം ചേച്ചി ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കരുത്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ ഒന്ന് കുത്തി വെക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ, കൊച്ചല്ല ഇതിപ്പോൾ ലോങ് വീഡിയോ ആയി. അപ്പോൾ ഈ ലോങ് വീഡിയോ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം, ആരും സങ്കടപ്പെടുന്നത്. നമ്മുടെ ലൈഫ് അടിച്ച് പൊളിക്കാനുള്ളതാണ്, ഒന്നിൻ്റെയും പേര് തളരാൻ പാടില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. നമ്മുടെ പ്രോൺസ് ബിരിയാണി സക്സസ് ആയി, യാതൊരുവിധ കുഴപ്പമില്ല. ഇതാണ് ഫോം. അടിപൊളി ടേസ്റ്റ്. റിവ്യൂ ഒക്കെ വന്ന് പുറത്തുനിന്ന് സൂപ്പർ കേട്ടോ. ട്രൈ ചെയ്തോ, ഒന്നും മേടിക്കണ്ട, ഉറപ്പ്, ഗ്യാരണ്ടി കിട്ടി. അപ്പം ഓക്കെ.